എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 31 മാർച്ച് 2024 നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനുള്ള പാർട്ടീസ് കണ്ടുപിടിക്കുക. ആ പാർട്ടീസ് MSMED രജിസ്റ്റേർഡ് അല്ല, അൺരജിസ്റ്റേർഡ് ആണെങ്കിൽ നോ പ്രോബ്ലം, ഡിസലവൻസ് വരത്തില്ല. അവർ ഉദ്യം പോർട്ടലിൽ രജിസ്ട്രേഷൻ എടുത്തേക്കുന്നവരാണ്. ട്രേഡേഴ്സ് ആണെങ്കിലും ഡോണ്ട് വറി, ഡിസലവൻസ് വരത്തില്ല. അവർ മാനുഫാക്ചറേഴ്സോ സർവീസ് പ്രൊവൈഡേഴ്സോ ആണ്, മീഡിയം എന്റർപ്രൈസസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരത്തില്ല? ഡിസലവൻസ് വരത്തില്ല. അവർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് ആണ്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു? അവർക്ക് സെക്ഷൻ ആപ്ലിക്കബിൾ ആണ്. അവർക്കുള്ള പേയ്മെന്റിൽ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ 45 ഡേയ്സിനുള്ളിൽ പേ ചെയ്യുക. ഒരു എഗ്രിമെന്റും ഇല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പേ ചെയ്യാം. അങ്ങനെയാണ് ഡിസലവൻസ് വരത്തില്ല. അല്ലെങ്കിൽ 31 മാർച്ച് 2024 നിങ്ങൾ പേ ചെയ്യാനുള്ള പാർട്ടീസിന്റെ പേയ്മെന്റ് ഈ പറയുന്ന ടൈം ലിമിറ്റിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ ഡിസലവൻസ് വരും. ദാറ്റ്സ് ഓൾ. 43BHU ആയിട്ട് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ്, പല ട്രേഡേഴ്സും MSMED ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പേ ചെയ്യാനുള്ള ഒരു ട്രേഡർ ആണെങ്കിൽ അവരുടെ പേയ്മെന്റ് 43BH എന്ന് പറയുന്ന ടൈം ലിമിറ്റ് വരുമോ ഇല്ലയോ, ഡിസലവൻസ് വരുമോ ഇല്ലയോ? സെൻട്രൽ ഗവൺമെന്റ് ഒരു മെമ്മറാണ്ടം ഇഷ്യൂ ചെയ്തു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡേഴ്സ് MSMED രജിസ്ട്രേഷൻ എടുക്കുന്നത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറവ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒരു സെക്ഷനെയും ട്രേഡേഴ്സിനെ MSME കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പം 43BH അനുസരിച്ചുള്ള ഡിസലവൻസ് സെക്ഷനിൽ ട്രേഡേഴ്സ് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ നമ്മൾ പേ ചെയ്യാനുള്ള ഒരു ട്രേഡേഴ്സ് ആണ്. ഈവൻ ആ ട്രേഡേഴ്സ് MSMED ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഡിസലവൻസ് വരത്തില്ല എന്നാണ് ഈ മെമ്മറാണ്ടം പറയുന്നത്. ഇനി പലരും ചോദിക്കും, MSMEDക്ക് പേ ചെയ്യാനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെ അവരുടെ ഇൻവോയ്സിൻ്റെ അകത്ത് GST കമ്പോണന്റ് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ ഡിസലവൻസ് GST കമ്പോണന്റിന് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്ന കേസുകളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? GSTക്ക് മുമ്പുള്ള എമൗണ്ട് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുകയും GST നമ്മൾ ഔട്ട്പുട്ട് ടാക്സിൽ സെറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം GSTക്ക് മുമ്പുള്ള എമൗണ്ടിന് മാത്രമേ ഡിസലവൻസ് വരത്തുള്ളൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഫുൾ എമൗണ്ടിന് ഡിസലവൻസ് വരും. അടുത്ത ഒരു ഡൗട്ട്, പല ചെറിയ ബിസിനസ്സുകളും ചിലപ്പോൾ MSMED രജിസ്ട്രേഷൻ എടുക്കാത്തവരാണ്. അപ്പൊ അവർക്കുള്ള പേയ്മെന്റ് ഡിസലവൻസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. കാരണം ദേ ആർ നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ MSMED. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSMED രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പുള്ള പേയ്മെന്റ് ആണ്, സബ്സിക്വന്റ് ആയിട്ട് ആ സപ്ലയർ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിസലവൻസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MSMED രജിസ്ട്രേഷൻ എടുക്കുന്നതിന് മുമ്പുള്ള പേയ്മെന്റുകൾക്ക് ഡിസലവൻസ് ആപ്ലിക്കബിൾ അല്ല എന്നാണ് ഈ FAQ പറയുന്നത്. അടുത്തത് നമുക്കറിയാം, ഇൻകം ടാക്സിൽ ഒരു അസസിക്ക് 44AD 44ADA AE എന്ന് പറയുന്ന സെക്ഷൻ, അതായത് പെർസെന്റേജ് ടാക്സേഷൻ അനുസരിച്ചാണ് അവർ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. നോർമലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാതെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള അസസിക്ക് MSMED പേയ്മെന്റ് ഡിസലവൻസ് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കബിൾ അല്ല. കാരണം 44AD എന്ന് പറയുന്ന സെക്ഷൻ പറയുന്നത് വേറെ ഒരു സെക്ഷനും നിങ്ങൾ നോക്കേണ്ടത്, നോട്ട് വിത്ത്സ്റ്റാൻഡ് എനിത്തിങ് കണ്ടെയ്നിങ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 44AD അസസീസിന് 43BH എന്ന് പറയുന്ന ഡിസലവൻസ് സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല. ഏറ്റവും ചലഞ്ചിങ് ആയുള്ള ഒരു ടാസ്ക്, നമ്മുടെ സപ്ലയർ MSMED ആണോ അല്ലയോ എങ്ങനെ ഡിസൈഡ് ചെയ്യും? അത് MSMED രജിസ്റ്റേർഡ് അസസി ആണോ അല്ലയോ എന്ന് സിമ്പിൾ ആയിട്ട് അറിയാം. പല അസസിയും അവരുടെ ഇൻവോയ്സസിൽ ലെറ്റർ ഹെഡിൽ അവരുടെ MSME രജിസ്ട്രേഷൻ നമ്പർ മെൻഷൻ ചെയ്യാറുണ്ട്. ഇല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ ഓരോ അസസിയോടും എന്ത് ചെയ്യണം? ഇന്റിമേറ്റ് ചെയ്തിട്ട് ചോദിച്ചു മനസ്സിലാക്കുക, റിക്വസ്റ്റ് ചെയ്യുക, MSMED ആണോ, ട്രേഡർ ആണോ, അതർ ദാൻ ട്രേഡേഴ്സ് ആണോ എന്ന് മനസ്സിലാക്കുക. അടുത്തൊരു പ്രശ്നം, ഒരാൾ രജിസ്ട്രേഷൻ എടുത്തപ്പം മീഡിയം എന്റർപ്രൈസസ് ആയിരുന്നു, ട്രേഡർ ആയിരുന്നു, സബ്സിക്വന്റ്ലി അവർ മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് ആകാം, മാനുഫാക്ചേഴ്സ് ആകാം. ഇങ്ങനെയുണ്ടെങ്കിൽ എന്ത് ഡിസൈഡ് ചെയ്യും? അതിന് അവരുടെ സർട്ടിഫിക്കറ്റ് നോക്കി മനസ്സിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ വർഷവും നമ്മുടെ സപ്ലയേഴ്സിന്റെ MSME സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. രണ്ട് എക്സാമ്പിൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. 1/1/2024 നമ്മൾ പർച്ചേസ് ചെയ്തൊരു ഐറ്റം, അതിന്റെ പേയ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് 31 മാർച്ച് 2024 അതായത് 45 ഡേയ്സിന് ശേഷമാണ്. വെദർ 43BH ഡിസലവൻസ് ആപ്ലിക്കബിൾ ആണോ അല്ലയോ 2023-24? ആപ്ലിക്കബിൾ അല്ല. കാരണം ഇത് പെർമനന്റ് ആയിട്ട് ഡിസലവൻസ് വരില്ല. നിങ്ങൾ എന്നാണോ പേ ചെയ്യുന്നത് ആ ഇയർലി എന്ത് ചെയ്യാം? എക്സ്പെൻഡിച്ചർ ആയിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ 1/1/2024 ഈ പറയുന്ന പേയ്മെന്റ് നിങ്ങൾ 31 മാർച്ച് 2024 തന്നെ പേ ചെയ്തു, സെയിം ഇയറിൽ തന്നെ പേ ചെയ്തുകൊണ്ട് ഡിസലവൻസ് വരത്തില്ല. പക്ഷേ എങ്കിലും MSMED ആക്ട് അനുസരിച്ച് അവർക്കുള്ള പേയ്മെന്റ് ഡിലേ വരുത്തി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് വരുമെന്നുള്ളൊരു പോയിന്റ് ഓർത്തിരിക്കുക. രണ്ടാമത്തെ എക്സാമ്പിൾ, 1/1/2024 ഗുഡ്സ് പർച്ചേസ് ചെയ്തു,
അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നത് 31 സെപ്റ്റംബർ 2024 31 അല്ല 30th നവംബർ 2024 ഡിസലവൻസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും. കാരണം 45 ഡേയ്സിന് ശേഷമാണ് പേയ്മെന്റ് ചെയ്തത്. അതുകൊണ്ട് 2022-23 എന്ന് പറയുന്ന സാമ്പത്തിക വർഷം ഡിസലവൻസ് വരും. പക്ഷേ എങ്കിലും 2023-24 സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷം നമുക്ക് എന്ത് ക്ലെയിം ചെയ്യാം? അത് ഡിഡക്ഷൻ ആയിട്ട് എടുക്കാം.